Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen, ho, ho. Welcome to Bake Mill Baking Queen, brought to you by Bakewell, where every bite blossoms, and powered by K-Food, കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ്. അങ്ങനെ ബേക്കിംഗ് ക്വീൻ എന്നുള്ള നമ്മുടെ മത്സരം വളരെ ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഫ്യൂഷൻ റൗണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഫ്യൂഷൻ റൗണ്ടാണ്. വ്യത്യസ്തമായ പലതരം കേക്ക്സാണ് നിങ്ങൾക്കായിട്ട് നമ്മുടെ മത്സരാർത്ഥികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ രസകരമല്ലേ ഈ കാഴ്ചകളൊക്കെ? അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡ്, മത്സരം തീരുന്നില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത 4 കണ്ടസ്റ്റൻസുമായിട്ട് ഫ്യൂഷൻ റൗണ്ട്. അപ്പോൾ ഈ വിശേഷങ്ങളുമൊക്കെ കാണുക, ആസ്വദിക്കുക. എന്നോടൊപ്പം കൃഷ്ണയുമുണ്ട്. അപ്പോൾ കൃഷ്ണയെ സ്വാഗതം ചെയ്യാം. കൃഷ്ണ, അപ്പൊ കൃഷ്ണ, നമ്മൾ വീണ്ടും അടുത്ത റൗണ്ടിനായിട്ട് തയ്യാറായി നിൽക്കുന്നു. ചേച്ചി, എന്റെ മൈൻഡിൽ ഞാൻ ഇന്ന് ഈ എപ്പിസോഡിന് ഏത് കേക്ക് ആയിരിക്കും ടേസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആണല്ലേ? കാരണം ഫസ്റ്റും സെക്കൻഡും നന്നായിരുന്നു. ഇത് തേർഡ് റൗണ്ട് ആണ്. ഇത് അൾട്ടിമേറ്റ് ആയിരിക്കും തോന്നുന്നു. യെസ്, ഓരോ റൗണ്ട്സ്, അതായത് എല്ലാവരും ഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്, എങ്കിലും ചില റൗണ്ട്സ് എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. പക്ഷെ ഇത് അതുപോലെ ആകും എന്ന് നമുക്കൊരു പ്രതീക്ഷയോടുകൂടി. കുനാഫ ഉണ്ടാവും, അത് നിർബന്ധമായിട്ടുണ്ടാവും. ആരും കുനാഫ ഇട്ടൊരു കളിയില്ല. എന്തായാലും നമ്മുടെ കണ്ടസ്റ്റൻസിനെ വിളിച്ചാലോ, ബാക്കി 4 പേരെ. ഓക്കെ, പ്ലീസ് വരാം. Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen, ho, ho. Baking എൻ്റെ പേര് സലീന ഷജീർ. ഞാൻ ട്രിവാൻഡ്രം പട്ടത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് മാംഗോ കുനാഫ കേക്കാണ് ഫ്യൂഷൻ റൗണ്ടിൽ ചെയ്യുന്നത്. ഇത് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിന്ന് 2 ടേബിൾ സ്പൂണ് മാറ്റുന്നുണ്ട് മൈദ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. ഇതെത്രയാണ് അരിച്ചെടുക്കുന്നത്. 3 മുട്ടയാണ് ചേർക്കുന്നത്. 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്. മാംഗോ പൾപ്പ് ആക്കിയെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഷുഗർ ചേർക്കാം. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം, പൾപ്പാക്കി എടുക്കാം. ഇത് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് ഐസിങ് ഷുഗറാണ്. കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്ലോർ നമുക്കിതിലേക്ക് ഒരു 3 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1/4 കപ്പ് മിൽക്കാണ്. ഇതിലേക്കൊരു 50 ഗ്രാം ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റ് ആവുന്നവരെ ചൂടാക്കിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് മാംഗോ പൾപ്പ് കൂടെ ചേർക്കാം. ഇതിലേക്ക് തിളപ്പിച്ച പാല് ബട്ടറും കൂടെ ചേർത്ത മിക്സ് ഇതിനകത്തേക്ക് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററി ഇപ്പോൾ തന്നെ
നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 50 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ചൂടാകുമ്പോഴത്തേക്കും കുനാഫ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആകുമ്പോഴത്തേക്കും അതിലേക്ക് കുനാഫ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. കുനാഫ. അതെ. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യുന്നത്? മാംഗോ കുനാഫയാണ്. കുനാഫയാണ്. അപ്പോൾ കേക്ക് എന്തായിരിക്കും? കേക്ക് മാംഗോ ഫ്ലേവേർഡ് കേക്ക്. കുനാഫയുടെ ലെയർ. കുനാഫ ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാംഗോ പൾപ്പ് അങ്ങനെ. അപ്പോൾ അല്ല, ഫ്യൂഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് മിഡിൽ ഈസ്റ്റ് കുനാഫയും മാംഗോ. മിഡിൽ ഈസ്റ്റിലെ കുനാഫ പാർട്ട് മാത്രം എടുക്കുകയാണോ? അതിനകത്ത് ചേരുന്ന കാര്യങ്ങളിൽ മാംഗോ ആണോ? മാംഗോ ആണോ? അങ്ങനെ ആലോചിച്ചിട്ടില്ല അല്ലേ? എന്താണ്? ഓക്കെ, നടക്കട്ടെ. ഇപ്പോഴാണ് മനസ്സിൽ ലഡ്ഡു. അതെ, ലഡ്ഡു. നമ്മൾ കൂടുതൽ വെപ്രാളം പിടിപ്പിക്കുന്നില്ല. ഓക്കെ, ടെൻഷൻ വേണ്ട. കേക്ക് ഓൾറെഡി ബേക്ക് ചെയ്യാൻ കിട്ടി. സ്റ്റക്കായി. ക്രീം ചീസാണ്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ഐസിങ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനനുസരിച്ചിട്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മാംഗോ പൾപ്പ് ഇതിലോട്ട് ചേർക്കുകയാണ്. ക്രീം ചീസിലോട്ട് ചേർത്തിട്ട് ഇത് സോക്ക് ചെയ്യാനുള്ള മിൽക്ക് മിക്സാണ്. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. കേക്ക് നമുക്ക് തണുക്കാനായിട്ട് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇത് ലെയറായിട്ട് കട്ട് ചെയ്യാം. മിൽക്ക് മിക്സ് വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ടെടുക്കാം. കുറച്ച് മാംഗോ മിക്സ് ചേർക്കണം. ലെയറിൽ കുനാഫ മിക്സാണ് കൊടുക്കുന്നത്. അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം.
ഫൈനൽ കോട്ടിംഗ് കൊടുക്കാനായിട്ട് കുറച്ച് യെല്ലോ ജെൽ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാംഗോ കുനാഫ കേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ? യെസ്, നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റേജിൽ ഫിനിഷിങ്. ഓ വാവ്, ഇത് മാംഗോ അല്ലേ? മാംഗോ ആൻഡ് കുനാഫ. ഫ്യൂഷൻ അല്ലേ? യെസ്, ഫ്യൂഷൻ. ട്രിവാൻഡ്രംകാരിയാണ്, ടെൻഷനിലാണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അടിപൊളിയായിട്ട് വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടില്ലേ? അല്ല, ബേക്ക് എനിക്ക് നന്നായിട്ട് വന്നിട്ടില്ല. ബേക്കിൻ്റെ ആ ഒരു സെക്ഷൻ്റെ ചൂട് നന്നായിട്ട് ഓക്കെ, വിചാരിച്ച പോലെ അത് ശരിയായില്ല. സ്വന്തമായിട്ട് തോന്നുന്നു. ഞങ്ങൾ നോക്കാം അല്ലേ? സത്യസന്ധമായി പറയുന്നു പക്ഷെ കാര്യങ്ങൾ. ഓക്കെ, ഹായ് ഓൾ, എൻ്റെ പേര് സമീന. ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്നിവിടെ കൈരളിയുടെ ബേക്കിംഗ് ക്വീൻ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നത്തെ ദിവസം ആദ്യത്തെ റൗണ്ടിൽ നമുക്ക് തന്നിരിക്കുന്നത് ഫ്യൂഷൻ റൗണ്ടാണ്. അതിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീഡിഷ് ആൽമണ്ട് വിത്ത് ടോഫി കുനാഫ. ഫ്യൂഷൻ റൗണ്ട് ആയതുകൊണ്ട് ഇന്നിവിടെ ഞാൻ 2 റീജിയനിലുള്ള ടേസ്റ്റ് വെച്ചിട്ട് ഒരു കോംബോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് 4 മുട്ടയാണ് ഇതിന് വേണ്ടി വരുന്നത്. മുട്ട ഓരോന്നും വെള്ള മാറ്റി മഞ്ഞയും മാറ്റി വെക്കണം. മുട്ടയുടെ മഞ്ഞയിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. മുട്ടയുടെ മഞ്ഞയിലേക്ക് ഇളം ചൂടാക്കിയ ഫ്രഷ് ക്രീം കുറച്ചായി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ക്രീം മുട്ടയുടെ എഗ്ഗിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി കുറുകി വരുന്നത് വരെ നമുക്ക് കുറുക്കിയെടുക്കാം. വാവ്, ഇവിടെ എന്താണോ? ഇവിടെ ഒരു കുനാഫയാണല്ലോ മണക്കുന്നത്. അതെ, എന്താണ് ഇവിടെ? സ്വീഡിഷ് ആൽമണ്ട് കേക്ക് വിത്ത് ടോഫി കുനാഫ. ടോഫി കുനാഫ ഫ്യൂഷനായിട്ട് സ്വീഡിഷ് ആൽമണ്ട് കേക്കിൻ്റെ കൂടെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഹൈപ്പായി നിൽക്കുന്നത് കുനാഫയാണല്ലോ. അപ്പോൾ കുനാഫയുടെ റെസിപ്പി ചേർത്തിട്ട് യൂണിക്കായിട്ട് ചെയ്യുന്നു. ടോഫി കുനാഫ. അതിൽ പിസ്താഷ്യോ ഒരുപാട് വൈറലായി ഇപ്പോൾ ഒരു മടുപ്പുണ്ടാവുന്ന രീതിയിലായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഇതിൽ ബേസ് കൊടുക്കുന്നത് ആൽമണ്ട് ഫ്ലോർ ഉപയോഗിച്ചിട്ട് എഗ് മെറാഗ് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ ആൽമണ്ട് ഫ്ലോർ മാത്രം മിക്സ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കുക. 20 മിനിറ്റ് ബേക്ക് ചെയ്തതിന് ബേസ് ഒരു ക്രിസ്പി ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ബേസ്. പിന്നെ അതിൻ്റെ കൂടെ ബട്ടർ കസ്റ്റേർഡ് ഐസിങ് ആണ് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ 3 4 എഗ്ഗ് വൈറ്റ് മാറ്റി വെച്ചു. അതിൽ 4 എഗ്ഗ് യോക്ക് വെച്ചിട്ട് ഇതിൽ 1/2 കപ്പ് ഷുഗർ ചേർത്ത് മിക്സ് ചെയ്ത് കുറുക്കിയെടുത്ത് ഇപ്പോൾ കസ്റ്റേർഡായി. ഇതിനി നന്നായിട്ട് ഫ്രീസ് ചെയ്യണം. എന്നിട്ട് ബട്ടർ ബീറ്റ് ചെയ്യുക, അതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഐസിങ് പ്രിപ്പയർഡ് ആണ്. യു ഹാവ് ആൻ ഐഡിയ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് ഏകദേശം ക്ലിയർ ഐഡിയ. ഓക്കെ, നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. മാറ്റി വെച്ച എഗ് വൈറ്റ് നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് മെറാങ് ചെയ്തെടുക്കാം. അതിനായിട്ട് ലിറ്റിൽ സോൾട്ട് ചേർക്കാം.
ബാക്കി വന്ന ഷുഗർ കൂടി നമുക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഇത് ടെക്സ്ചർ ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം എഗ് വെയിറ്റ്. അതിനുശേഷം ആൽമണ്ട് ചേർത്ത് കൊടുക്കുക. ആൽമണ്ട് 150 ഗ്രാം ആൽമണ്ടാണ് പൊടിച്ചെടുത്തതാണ്. ഇത് പൗഡറാണ്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ബാക്കി വന്ന ആൽമണ്ട് ഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്യാം. ഈക്വൽ പോർഷനായിട്ട് 2 ടിന്നിലായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. 2 പാനിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുള്ള കുനാഫ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് 50 ഗ്രാം ബട്ടർ നന്നായി മെൽറ്റ് ചെയ്തെടുക്കുക. ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് കുനാഫ ചേർത്ത് കൊടുക്കാം. കുനാഫ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബട്ടർ കസ്റ്റേർഡ് ഐസിങ്ങിന് വേണ്ടിയുള്ള ബട്ടർ ബീറ്റ് ചെയ്തെടുക്കാം. ആൽമണ്ട് ബേസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓവനിൽ നിന്ന് പുറത്തെടുക്കാം. ഈ ബട്ടർ മിക്സിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിനി പാനിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാം. നമുക്കിനി കുനാഫ മിക്സിലേക്ക് ടോഫി വേണം. അപ്പോൾ ടോഫി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മൈൽഡായിട്ടുള്ള ടോഫി മതിയാവും. കുനാഫ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ബട്ടറിലേക്ക് നമുക്ക് ആൽമണ്ട് സ്ലൈസ് വെച്ച ആൽമണ്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പിസ്ത ഉണ്ട്, അതുകൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. പിസ്ത റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതുകൂടി മാറ്റി വെക്കാം. നമുക്ക് ആൽമണ്ട് ബേസ് റെഡിയാക്കാം. കുറച്ച് മിൽക്ക് മെയ്ഡ് മേലെ സ്പ്രെഡ് ചെയ്യാം. സെറ്റ് ചെയ്ത് വെച്ച ബട്ടർ ഐസിങ് നമുക്ക് ഇതിൻ്റെ മേലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത് വെച്ച ആൽമണ്ട് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഒരു ലെയറിൽ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടുത്ത ലെയർ നമുക്ക് വേറൊരു ബോഡിയിൽ സെറ്റ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്യാം. ഇതിലേക്ക് ബദാം വെച്ച് സെറ്റ് ചെയ്യാം. കുനാഫ ടോഫി മിക്സ് തയ്യാറാക്കാം. റോസ്റ്റ് ചെയ്ത കുനാഫ മിക്സിലേക്ക് നമുക്ക് ടോഫി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച ടോഫി കുനാഫ ചേർത്ത് കൊടുക്കാം. ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിസ്താഷ്യോ ചേർത്ത് കൊടുക്കാം. ഈ ലെയർ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഫൈനലായിട്ട് നമുക്ക് കുറച്ച് ടോഫി മിൽക്ക് മെയ്ഡിൽ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ടോഫി മിൽക്ക് മെയ്ഡ് മിക്സ് നന്നായിട്ട്
മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വാട്ട് അബൌട്ട് ദിസ്? ഇതെന്തായിരുന്നു നമ്മുടെ ഇത് സ്വീഡിഷ് ആൽമണ്ട് കേക്ക് വിത്ത് കുനാഫ, ടോഫി കുനാഫ. സ്വീഡിഷ് ടോഫി കുനാഫ. ഒതന്റിക് സ്റ്റൈൽ തന്നെ ചെയ്ത് സ്വീഡിഷിൻ്റെ ഓക്കെ. ഉള്ളിൽ സെൻട്രലായിട്ട് കുനാഫ ഫില്ലിങ്സ് കൊടുക്കും. ഇത് ചെയ്തിരിക്കുന്നത് ഇത് ബട്ടർ ഐസിങ്, കസ്റ്റർഡ് ബട്ടർ ഐസിങ്, ഓക്കെ. ആൽമണ്ട് ബേസ്, ആൽമണ്ട് മെറൈൻ. ഓക്കെ, നൈസ്. ലെറ്റ്സ് സീ. It's interesting. യെസ്. ഫൈനലി സ്വീഡിഷ് ആൽമണ്ട് വിത്ത് ടോഫി കുനാഫ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഫ്യൂഷൻ സ്റ്റൈൽ ആയതുകൊണ്ട് ഓതറ്റിക് ലെവലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചിന്നു നിസാർ, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ പിസ്താച്ചിയോ റോസ് കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ബട്ടറും പഞ്ചസാരയും കൂടി ബീറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. 100 ഗ്രാം ബട്ടറിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർക്കാൻ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ഡ്രോപ്സ് മിൽക്ക് എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത മുട്ട ഒന്നും 2 മുട്ടയും കൂടി ഒരുമിച്ച് ഒഴിക്കും. ഇതിലോട്ട് ചൂടുള്ള പാൽ ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു 80 ഗ്രാം നമുക്ക് എടുക്കാം. ചൂടാക്കിയ പാല് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഇതിലോട്ട് റോസ് എസൻസ് കൂടി ആഡ് ചെയ്യാം. ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്യാം. ടിന്നിൽ കുറച്ച് ഓയിൽ പരട്ടിയിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഇടാം. ബട്ടർ പേപ്പർ വയ്ക്കുക. നമ്മളുടെ ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 150 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ. ചിന്നു, കൊടുങ്ങല്ലൂർ. പിസ്താഷ്യോ, റോസ് പിസ്താഷ്യോ ഫ്യൂഷൻ കേക്ക്. റോസ് പെറ്റൽസ് ഒക്കെ ഉണ്ട് ഇവിടെ. റോസ് പെറ്റൽസ് ഉണ്ട്. പിസ്താഷ്യോ ആൻഡ് പിസ്തയുടെ ഫ്ലേവർഡ് ചോക്ലേറ്റ്. യെസ്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് ഞാൻ ഐസിങ് ഷുഗറിൽ ചോക്ലേറ്റിൽ ഫ്യൂഷൻ കേക്ക് ആയിട്ട് തന്നെ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ലെയർ ചെയ്തിട്ട് വെറ്റ് ചെയ്യാതെ ഒരു ഫ്യൂഷൻ കേക്ക് ആയിട്ട് തന്നെ. നല്ല ധാരണയുണ്ട് അല്ലേ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച്? ഫ്യൂഷൻ കേക്ക് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ക്രീമിൽ പറ്റില്ല, വെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ തന്നെ ഒരു ഇതിൽ ചെയ്യണം അല്ലേ? സിമ്പിൾ ആയിട്ടൊരു സാധനം. ബട്ടറിൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇപ്പം എന്തായാലും ബേക്ക് ചെയ്യാൻ കയറ്റി. ഓക്കെ. ഇതിന്റെ ടെമ്പറേച്ചർ ഇപ്പോൾ ഏകദേശം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും 150 പെട്ടെന്ന് ഇതായി. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ പിസ്ത ചോക്ലേറ്റ്, പിസ്ത ക്രീം, ഷുഗർ. ആദ്യം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുക. ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് പാന് ചൂടാക്കി വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറി വരുന്നതിന് മുന്നേ നമുക്ക് പിസ്ത പൊടിച്ചെടുക്കാം. പിസ്ത പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങിനുള്ള ക്രീമെല്ലാം കൂടി യോജിപ്പിക്കാം. ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 ടീസ്പൂൺ ഐസിങ് ഷുഗർ ആഡ് ചെയ്യാം. ഇത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പിസ്തയുടെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പിസ്തയുടെ എസൻസും കൂടി ആഡ് ചെയ്യാം. കുറച്ച് കട്ടിയായിട്ടാണ് തോന്നിക്കുന്നത്, അപ്പോൾ കുറച്ചും കൂടിയും ക്രീം ആഡ് ചെയ്യാം. ഇതൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലൂസായിട്ട് കിട്ടും. സ്പഞ്ച് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ പേപ്പറൊക്കെ മാറ്റി ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഈ സ്പഞ്ചിനെ 2ആയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോകും. ഇതൊന്ന് ഫില്ലിങ് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. ഇത് സ്പാച്ചുല കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് പൊടിച്ചു വെച്ച പിസ്ത നമുക്ക് ആഡ് ചെയ്യാം.
റോസ് പെറ്റൽസും കൂടി ആഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഈ പീസും കൂടി മുകളിലോട്ട് വയ്ക്കാം. ആദ്യം കേക്കിനെ നമുക്ക് ബേസിലോട്ടൊന്ന് മാറ്റാം. റിപ്പീറ്റ് ചെയ്യുക. ചോക്ലേറ്റ് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പാച്ചില കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കാം. ഇത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ പിസ്ത തന്നെ റിപ്പീറ്റ് ചെയ്യും. റോസ് പെറ്റൽസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ചിന്നു, എങ്ങനെയുണ്ട് പിസ്താഷ്യോ ആൻഡ് റോസ് പെറ്റൽ വന്നില്ലേ? നന്നായിട്ടുണ്ട്. വിചാരിച്ച പോലെ തന്നെ ഫ്ലേവർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. സ്പഞ്ചൊക്കെ ബട്ടറിൽ ചെയ്ത് ആ ഒരു ഫ്ലേവർ റോസിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഇനി മാം പറയാം. നമ്മൾ പറയാം. എന്തായാലും കണ്ടിട്ട് വെരി അപ്പീലിംഗ് അല്ലേ? റോസ് പിസ്താച്ചിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റിംഗ് ടേബിളിലോട്ട് മാറ്റാം. എൻ്റെ പേര് പ്രിയ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് മോത്തിച്ചൂർ ഓറഞ്ച് ചോക്ലേറ്റ് കേക്ക്. ഓക്കെ, ആദ്യം നമുക്ക് ബട്ടർ സോഫ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഓറഞ്ച് ജ്യൂസ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വേണ്ടിയ ഓറഞ്ച് ജ്യൂസ് ഒരു 1/2 കപ്പ്. അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് കട്ട് ചെയ്ത് ജ്യൂസാക്കുവാണ്. കുറച്ച് ഷുഗർ, നമുക്ക് ഓറഞ്ച് സെസ്റ്റ് എടുത്ത് അതിനെ റബ്ബ് ചെയ്ത് കേക്കിലോട്ട് കേക്ക് ബാറ്ററിലിടണം. എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ വരുള്ളൂ. ഓറഞ്ച് സെസ്റ്റ് ഫ്രഷ് ആയിട്ട് ഗ്രേറ്റ് ചെയ്യുവാണ്. 1/4 കപ്പ് ഷുഗർ ഇട്ടിട്ട് നമ്മൾ നല്ലോണം റബ്ബ് ചെയ്യുവാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ സോഫ്റ്റൻ ചെയ്തിരിക്കുന്നതിനകത്തോട്ട് 1/4 കപ്പ് ഷുഗർ. ഇനി നമ്മുടെ റബ്ബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ, നമ്മളുടെ ബ്രൗൺ ഷുഗറും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണേ. മുട്ട, നമുക്ക് ആവശ്യമായ മുട്ട ഒരു ബൗളിലോട്ട് എടുക്കാം. 4 മുട്ട എടുത്തു. മുട്ടയിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കാമേ. ഷുഗർ ഓറഞ്ച് ജ്യൂസിലേക്ക് ഇടാം. മുട്ട നമുക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാവേ. നമ്മുടെ മൈദ 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഇതിനെ നമുക്ക് സീവ് ചെയ്തെടുക്കാം. മുട്ട ബട്ടറിൻ്റെ ബാറ്ററിലേക്ക് ഇടാം. നമുക്കൊരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഒരു പിരിഞ്ഞുള്ള ടെക്സ്ചറെ. ബട്ടർ ബേസ്ഡ് കേക്കാണേ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബേക്കിംഗ് മോൾഡ് എടുക്കാമേ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് ലൈൻ ചെയ്തിട്ട് ഇതിലേക്ക് ബാറ്റർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാമേ. ഹലോ മാം. ഹലോ സർ. ഇത് 3 കുട്ടി കേക്കുകൾ ഉണ്ടാക്കുകയാണ് അല്ലേ? അതെ, എൻ്റേത് മോത്തിച്ചൂർ ഓറഞ്ച് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അതിൽ ഓറഞ്ച് ചോക്ലേറ്റിൻ്റെ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് മോത്തിച്ചൂർ ലഡുവിൻ്റെത് റെഡിയാക്കണം. അത് ആക്ച്വലി ഞാൻ ദാന വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുക്കണം. അതൊരു മെത്തേഡാണ്. ഓപ്ഷനുണ്ട്. നമ്മുടെ ഓറഞ്ച് ലഡു ഇല്ലേ, അതന്നെ മനസ്സിലായി. അതിൽ അങ്ങനത്തെ അത് പിന്നെ ഒന്ന് ഇത് ചെയ്താൽ മതി. മിക്സിയിലിട്ട് അടിച്ചിട്ട് അതൊരു ലെയറാക്കി കൊടുത്ത് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ ഫ്യൂഷൻ ആക്കി. ഇനി നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ബാറ്റർ 3 പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി അത് ഓവനിലേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാൻ പോവാണേ.
നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചു. ഇനി അടുത്ത് അതൊരു 30 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും. ആ നേരം കൊണ്ട് നമുക്ക് മോത്തിച്ചൂർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയത് ബേസൻ നമ്മൾ 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു ഇഡലി മാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ, അധികം ലൂസല്ല അധികം തിക്കും അല്ലാത്ത രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കാവേ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിനാവശ്യമായ നെയ്യ് നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിക്കാമേ. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതായിട്ടുണ്ട്, നമുക്ക് കോരാമേ. നമ്മളിത് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കണം. ചൂടാറാൻ വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ആൽമണ്ട്, കാഷ്യൂനട്ട്, കുറച്ച് വാൾനട്ട്. നമുക്കിനി പഞ്ചസാര പാനി വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി അതിനകത്ത് തിളപ്പിച്ച് പഞ്ചസാര ഇടാം. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാമേ. നമുക്ക് പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് നമ്മളുടെ ഇത് ചൂടാറിയിട്ടുണ്ട്. മോത്തിച്ചൂർ ആയിട്ടില്ല, അതിൻ്റെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ചൂടാറിയിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് പൊടിഞ്ഞോ നമുക്കൊന്ന് നോക്കാമേ. ഓക്കെ, ഇതിനിപ്പോൾ നമുക്ക് പഞ്ചസാര പാനിയിലേക്കിടാം. നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ മൂടി വെക്കാം. കുറച്ച് സിസമേ സീഡ്സ് നമ്മളിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നട്ട്സ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇറക്കി വെക്കാം ചൂടാറാനായിട്ട്. അടുത്ത് നമുക്ക് ചോക്ലേറ്റ് ഗനാശയാണ് വേണ്ടിയത്. ഗനാശയ്ക്ക് നമുക്ക് 2:1 എന്ന റേഷ്യോയിൽ ചോക്ലേറ്റും ക്രീമും വെച്ചിട്ട് ഗനാശ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നമ്മളുടെ ചോക്ലേറ്റ് കേക്കിന് ഓറഞ്ച് ചോക്ലേറ്റ് കേക്കാണല്ലോ, അപ്പോൾ അതിന് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കിയെടുക്കാം. ഓറഞ്ച് ജ്യൂസ് കുറച്ച് ഷുഗറും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം. ഓറഞ്ച് ജ്യൂസ് ആകുന്ന നേരം കൊണ്ട് നമ്മുടെ കേക്കിനെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാവേ. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ കേക്കിൻ്റെ ഡോമെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രീം ചൂടായിട്ടുണ്ട്. നമുക്കിത് ചോക്ലേറ്റിനകത്തോട്ട് ഒഴിക്കാം. ഓറഞ്ച് സിറപ്പ് സോക്ക് ചെയ്യുവാണ്. നമ്മൾ സ്പഞ്ചിൽ ഓറഞ്ച് സിറപ്പ് സോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാമേ. ചോക്ലേറ്റ് ഗനാശെ, അടുത്ത ഫില്ലിങ് നമുക്ക് കൊടുക്കാവേ. ഓക്കെ, അഗൈൻ ട്രിവാൻഡ്രം. ഇപ്രാവശ്യമാണ് കൂടുതൽ ട്രിവാൻഡ്രംകാരെ കാണുന്നത് നമ്മൾ ഈ കോമ്പറ്റീഷൻ. അപ്പോൾ പ്രിയ ഒരു എന്താ തോന്നിയത് കണ്ടിട്ട്? 3 ലെയർഡ് കേക്ക് പോലെ അല്ലേ? ഇതാണ് ഞാൻ ചോദിച്ച മോത്തിച്ചൂർ. അതെ, മോത്തിച്ചൂർ ഷീ മെയ്ഡ് ഇറ്റ് ഇവിടെ തന്നെ. പിന്നെ ഓറഞ്ച് ചോക്ലേറ്റ് ആണ്. ഓറഞ്ച് ചോക്ലേറ്റ്. ഇതിൽ പിന്നെ ഒരു ഇന്ത്യൻ മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ അതെ അതെ, ഇന്ത്യൻ മോത്തിച്ചൂർ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ദിവാലി സ്വീറ്റ് മോത്തിച്ചൂർ. അതിൻ്റെ കൂടെ നമ്മളുടെ വെസ്റ്റേൺ ഓറഞ്ച് ചോക്ലേറ്റ്, ഇന്ത്യൻ വെസ്റ്റേൺ ഫ്യൂഷൻ ചോക്ലേറ്റ് കേക്ക്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. മോത്തിച്ചൂർ ഫ്യൂഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട്. ഹോം ബേക്കറാണ്. അതെ അതെ. എത്ര വർഷമായി? 4 വർഷമായതേ ഉള്ളൂ. എന്തെങ്കിലും പേരുണ്ടോ നിങ്ങളുടെ ഇതിന്? പേര് സൂസൻസ് കേക്ക് സ്റ്റുഡിയോ, മുക്കോലക്കൽ, സെന്റ് തോമസ് സ്കൂളിൻ്റെ അടുത്ത്. ഇതിലിപ്പോ കേക്ക്സ് ഒന്നും സോക്കിംഗ് അങ്ങനെയൊന്നും നടന്നിട്ടില്ല? സോക്കിംഗ് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഫ്ലേവർ കറക്റ്റ് അല്ലേ? അതെ അതെ. ഒരു ന്യൂ ഐഡിയ, ന്യൂ എക്സിക്യൂഷൻ ആണ് അല്ലേ? പ്രതീക്ഷയുണ്ടല്ലോ. പ്രതീക്ഷ പോലെ വന്നു എന്നറിയില്ല. നമ്മളാണല്ലോ ഇപ്പൊ കഴിക്കാൻ പോണ ആൾക്കാർ. അതെ അതെ. ഇതാണ് അപ്പം നമ്മളുടെ മോത്തിച്ചൂർ ഓറഞ്ച് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വിവരങ്ങൾ ജഡ്ജസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അറിയാം.
അപ്പോൾ നമ്മുടെ തേർഡ് ഗ്രൂപ്പിൻ്റെ പ്രിലിമിനറി Fusion യെസ് ഫ്യൂഷൻ കേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 4 ഗംഭീരമായ കേക്ക് കേക്ക്സ് റെഡി. അതുപോലെ കണ്ടസ്റ്റൻസും വളരെ ഗംഭീരമായ 4 കണ്ടസ്റ്റൻസ്. അയ്യോ, സ്ട്രോങ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അവരുടെ കേക്ക് മേക്കിംഗ് എല്ലാം. എങ്ങനെ തോന്നുന്നു? നിങ്ങൾക്കും ഒരു വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ. എന്തായാലും ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്കൊരു വിലയിരുത്തലാകാം. ഓക്കെ, പ്ലീസ് ആദ്യത്തെ ആളെ വിളിക്കൂ. കൃഷ്ണ. സലീന ഷസീർ ഫ്രം ട്രിവാൻഡ്രം. Baking queen. This is the mango and kunafa. ഇതൊന്ന് കട്ട് ചെയ്ത് തരും. കണ്ടിട്ടൊരു യമ്മി ലുക്ക് ഉണ്ട്. ലുക്കിംഗ് ഗുഡ്. എന്ന് വലിയ സന്തോഷത്തിലല്ല, പക്ഷെ വിചാരിച്ച അത്രയും നന്നായില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട് അല്ലേ? അതൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാം കമ്പാരിറ്റീവ് ആണല്ലോ. 3 ലെയർ. ഇതിലിപ്പോൾ സോക്ക് ചെയ്തിട്ടുണ്ടോ? സോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് മറ്റതിൽ എന്തൊക്കെയാണ് ലെയർ ചെയ്തിരിക്കുന്നത്? ദിസ് ലെയർ കംസ് മാംഗോ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലെയറിൽ കൊടുത്തു. പിന്നെ ഒരു ലെയറിൽ കുനാഫ. ഓക്കെ. കണ്ടൻസ് മിൽക്ക് മാത്രമാണോ? ആ, ക്രീം കാണുന്നുണ്ടല്ലോ. ഞാൻ കുളമാക്കിയിട്ടുണ്ട്, സാരമില്ല. എൻ്റെ ദൈവമേ, അത് ആലോചിച്ചു. ക്രീം ഉണ്ടായിരുന്നോ? ക്രീം ചീസ് എന്തെങ്കിലും ചേർത്തോ? ക്രീം ചീസ്. മാംഗോ ഫ്ലേവർ നന്നായിട്ടുണ്ട്. കുനാഫ ലെയർ എന്ത് കുറച്ച് കുറവാണോ സംശയമുണ്ട്, നോക്കട്ടെ. ഉണ്ട് ഉണ്ട്. എനിക്ക് കിട്ടിയില്ല, ഞാൻ എടുത്തത് ശരിയായില്ല. നല്ല ഫ്ലേവർ ഉണ്ട്. എന്താണോ ഉദ്ദേശിച്ചത് അതതിലുണ്ട്. മാംഗോ ആൻഡ് കുനാഫ ബോത്ത് ഫ്ലേവേഴ്സ് വി ആർ ഗെറ്റിംഗ്. ക്രീം ഈസ് ഗുഡ്. അല്ല, സ്പഞ്ച് വലിയ കുഴപ്പമൊന്നുമില്ല. അത്ര ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ആദ്യം ആ ടെമ്പറേച്ചർ വെച്ചത് ശരിയായില്ലായിരുന്നു, മോഡ് ശരിയായില്ല. ഇല്ല, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പം അതിൻ്റെ ഒരു ഓക്കെ മാം, താങ്ക് യു. ഡോണ്ട് വറി, അതൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെയാണ്, വേണ്ടേ? താങ്ക് യു. അപ്പോൾ അടുത്താളെ വിളിക്കാൻ ചോദിച്ചു. സമീന അബ്ദുൾ നിസാർ ഫ്രം തലശ്ശേരി. Baking queen. സമീനയ്ക്ക് നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? കോൺഫിഡൻസ് ഉണ്ടോ? നല്ലതായിട്ട് വിചാരിച്ച പോലെയൊക്കെ വന്നോ? വിചാരിച്ച പോലെ വന്നു. ഖുഷാണ്. പക്ഷെ കുറച്ച് ഡെക്കറേഷന് കുറച്ച് കാര്യമായിട്ട് എടുത്തിട്ടില്ല. സാധാരണ ചെയ്യുന്ന അത്രയും വന്നിട്ടില്ല. ഓക്കെ, അതിന്റെ ആ ഒരു ഒതന്റിക് സ്റ്റൈൽ തന്നെ ചെയ്തു. സ്വീഡിഷ് ആൽമണ്ടിന്റെ ആൽമണ്ട് ഇട്ട് ടോഫി കുനാഫ. കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒരു ഫീലിംഗ് ഉണ്ട്. എന്തായാലും ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ലെയറിൽ ഫുൾ കോഫി അല്ല ടോഫി ഇത് 2 ബേസ് ആക്കിയിട്ട് ബേക്ക് ചെയ്തതാണ്. ആ ബേസ് എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞത്, ആൽമണ്ട് ഫ്ലവർ വെച്ചിട്ട് ചെയ്തു. ആൽമണ്ട് ഫ്ലവർ വേറൊന്നുമില്ല, ഇത് വെറും ആൽമണ്ട് ഫ്ലവറും മരങ്ങും വെച്ചിട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് കുനാഫ ടോഫി മിക്സ് വിത്ത് പിസ്താഷ്യോ ക്രീം മൊത്തത്തിൽ ഒരു ക്രീം ടെക്സ്ചർ ആക്കിയിട്ട് കൊടുത്തു. എന്നാലും ഒരുപാട് ക്രീമില്ല, മനസ്സിലായി. കവേർഡ് ബൈ ആൽമണ്ട്സ്. പിന്നെ ഐസിങ് കസ്റ്റേർഡ് ബട്ടർ ഐസിങ് പറഞ്ഞല്ലോ.
താങ്ക് യു യമ്മി. താങ്ക് യു. ഒരു രക്ഷയില്ല. ആൽമണ്ടും ടു ഗുഡ്. ഓക്കെ. ഒന്നുകൂടി ആയല്ലോ. സ്വീറ്റ് ലിറ്റിൽ ബിറ്റ്. കഴിച്ചോളൂ, പേടിക്കണ്ട. ഇഷ്ടപ്പെട്ടു. വെരി നൈസ്, വെരി വെരി നൈസ്. കഴിച്ചോ? ഒരെണ്ണം അല്ലേ? ഒരെണ്ണം സമീനയ്ക്ക് വേണ്ടി. ഓക്കെ, താങ്ക് യു. Yummy. അടുത്ത ചിന്നു നിസാർ. ചിന്നു നിസാർ, യാ. Baking queen, baking queen, baking queen. ഓക്കെ, ചിന്നു ഫ്രം കൊടുങ്ങല്ലൂർ. ഒന്ന് കട്ട് ചെയ്ത് തരാം അല്ലേ? പിസ്താഷ്യോ റോസ്. റോസ്. എടുക്കല്ലേ? ആ, ചേച്ചി നല്ല റോസ്. കളറൊന്നും ചേർത്തിട്ടില്ല? ഇല്ലില്ല. നാച്ചുറൽ കളർ. വെരി നൈസ്. പിസ്താസ് ഓൾസോ. ഞാൻ ചെറിയ സ്പൂൺ എടുത്തു കേട്ടോ. ഓഹോ. ഓ, കൃഷ്ണ പറഞ്ഞില്ല. ഓ, ഞാൻ വലിയ സ്പൂൺ. ഓക്കെ, നല്ല ഫ്ലേവർ. താങ്ക് യു. ഉദ്ദേശിച്ച ഫ്ലേവർ അതിനകത്തുണ്ട്. ഓക്കെ, ചേച്ചി ഇതുവരെ കിട്ടാത്തൊരു ഫ്ലേവറും കൂടെയാണ്. സത്യം. ഒന്നും പറയാനില്ല. ഞാൻ ഫ്യൂഷൻ കേക്ക് ആയിട്ട് തന്നെയാണ് ചെയ്തത്. വെറ്റ് ചെയ്യാതെ ഫ്യൂഷൻ കേക്ക് നന്നായിട്ടുണ്ട്. ചെയ്തു. പക്ഷേ കുറച്ച് ഇതുണ്ടല്ലോ. അത് ആ ഒരു ചോക്ലേറ്റും മറ്റേ ഐസിങ് ഷുഗറും വെച്ചിട്ട് ഞാനൊരു ക്രീമി ആക്കിയല്ല. അതിന്റെ അതാ. ആ സോക്കിംഗ് സിറപ്പ് ഒന്നും കൊടുത്തിട്ടില്ല? ഇല്ല, ഒട്ടും കൊടുത്തിട്ടില്ല. അല്ലാണ്ട് തന്നെ നല്ല ഒരു ഫ്ലേവർ. ബട്ടർ കേക്കാണ്. ബട്ടർ കേക്ക് ആയതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി നല്ല മോയിസ്റ്റ് ആണ്. ഇറ്റ്സ് ഗുഡ്, വെരി നൈസ് ഫ്ലേവർ ഫുഡ്. ടേസ്റ്റ് ഓൾസോ വെരി നൈസ്. ഓക്കെ, താങ്ക് യു. അടുത്ത ആള് പ്രിയ പ്രിയ സൂസൻ തോമസ്, again from Trivandrum. Baking queen, baking queen, baking queen, baking queen. ഇത് കട്ട് ചെയ്യാനായിട്ട് ഈ മോട്ടിഷൂർ സ്വീറ്റ് കുറച്ചാണ് ചേർത്തതെന്ന് തോന്നുന്നു അല്ലേ? ഷുഗർ കണ്ടന്റ് ഷുഗർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ, എനിക്ക് അതെ, തോന്നിയ അതെ. കാര്യമാണ്. I just asking. ഞാനെപ്പോഴും ചെയ്യുമ്പം അധികം സ്വീറ്റ് ചേർക്കൂല, എല്ലാം Okay. നമ്മൾ കസ്റ്റമൈസബിൾ ആണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ പിന്നെ ആർട്ടിഫിഷ്യൽ എസൻസ് ഒന്നുമില്ല, ഒന്നും ചേർക്കില്ല. ചേർക്കില്ല, Natural. നാച്ചുറൽ ആണ്. അപ്പോൾ യു ക്യാൻ ഡു ദി ഓണേഴ്സ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് തരാം. സെറ്റ് ആയിട്ടില്ല, സെറ്റ് ആവാൻ ടൈം അല്ലെങ്കിലും എടുക്കും. ഇത്രയും ബൾക്കിയല്ലേ ഓരോ ലെയറും, അങ്ങനെ ഒട്ടി നിൽക്കില്ല. That's a nice one. അതിൻ്റെ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഗനാഷ്. അത് ഗനാഷ് ഉണ്ടല്ലോ അതിനിടയ്ക്ക്, അതിൻ്റെ മേളിലല്ലേ മൂട്ടിച്ചോറ് വെച്ച്. അതെ 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 അതെ. പക്ഷെ ഇത് ഇത്രയും തിക്കായതുകൊണ്ടാണ് ഇങ്ങനെ. ചേച്ചി ഇതിന്റെ ലെയർ കണ്ടോ? നൈസ്, നൈസ്. അതിൻ്റെ ആ ഒരു ക്രോസ് സെക്ഷൻ വേണമെങ്കിൽ കാണിക്കാം അല്ലേ? ഇതാണ് ഉദ്ദേശിച്ചത്. ഇത് തന്നെയാണ് ഉദ്ദേശിച്ചതാണ്, പക്ഷെ അതിന് കുറച്ചുകൂടെ ഒക്കെ ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ ഇത് ടൈം എടുക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കവി ഇതല്ലേ ഉദ്ദേശിച്ചത്? ഇതുവരെ വഴിയും പോകാം. Let us see അല്ലേ? നമുക്കൊരു ചോക്ലേറ്റും ഇതും കിട്ടുന്ന രീതിയിൽ chocolate cake is good. Ganache കിട്ടി. Okay, good. And the motichur part. Orange flavor. ഓറഞ്ച് ചോക്ലേറ്റ് ഇസ് വെരി ഗുഡ്. കുഴപ്പമില്ല, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഓറഞ്ച് ഫ്ലേവറും ചോക്ലേറ്റ് ബട്ടർ ബേസ്ഡ് ആണ്. ബട്ടർ ബേസ്ഡ് കേക്ക്
പിന്നെ ഓറഞ്ച് ഫ്ലേവർ ഞാൻ ആഡ് ചെയ്ത സെസ്റ്റിന് ഫ്ലേവർ ആയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഓറഞ്ച് ജ്യൂസിൽ ഒന്ന് കൊടുക്കേണ്ടി വന്നു, സോക്ക് ചെയ്യേണ്ടി വന്നു. കിട്ടുന്നുണ്ട് ഓറഞ്ച് ഫ്ലേവർ. ഇറ്റ്സ് നൈസ്, ഗുഡ്. ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ്, മോട്ടിച്ചൂറും വെച്ചിട്ട് കോമ്പൈൻ. Try something new. ദാറ്റ്സ് ഗുഡ്. മോത്തിച്ചൂറിലും ലേശം ഓറഞ്ചിൻ്റെ ഫ്ലേവർ വരുത്താൻ നോക്കി. അതും നോക്കി. ഓറഞ്ച് ഫ്ലേവർ. ഗുഡ്. ഒത്തിച്ചൂർ ഒരുപാട് മധുരമില്ല പറഞ്ഞ പോലെ. മധുരമില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. അത് ഞാനിങ്ങനെ നോക്കുക. എനിവേ ഗുഡ്. താങ്ക് യു സോ മച്ച്. ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാര്യം ആ മോട്ടിച്ചൂറും ഇവിടെ തന്നെ ഉണ്ടാക്കി. അതെ. ആൻഡ് സ്ക്രാച്ചിൽ നിന്ന് തന്നെ നമ്മൾ എല്ലാം ചെയ്യുന്നത്. അഗൈൻ ദാറ്റ്സ് പ്ലസ് പോയിന്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ സ്ട്രോങ് കാൻഡിഡേറ്റ്സ്, വളരെ വളരെ സ്ട്രോങ്. പിന്നെ അത് ഒരു പറയാതിരിക്കാൻ പറ്റില്ല, അവർ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഒരു 4 വളരെ നന്നായിട്ടുണ്ട്. ആൻഡ് കാരണം നമ്മൾ കൊടുത്തൊരു കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് ഫ്യൂഷൻ കേക്കിൻ്റെ ഒരു അതിൻ്റേതായ അർത്ഥത്തിൽ നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്തവരായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ ടേസ്റ്റ് ലിങ്കറിങ്ങും ഇങ്ങനെ എല്ലാ ടേസ്റ്റും നമുക്കൊരു ആഫ്റ്റർ ഇത് വരുന്നുണ്ട്. ഓക്കെ, നൈസ്, വെരി നൈസ്. ഓക്കെ, ഗുഡ് അറ്റംപ്റ്റ്, വളരെ സന്തോഷം. അപ്പോൾ പ്രേക്ഷകർക്ക് ഗംഭീരമായ 4 റെസിപ്പീസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്, നിങ്ങൾക്ക് ഇതെല്ലാം പരീക്ഷിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്കൊരു അസറ്റ് തന്നെയായിരിക്കും ഈ റെസിപ്പീസ്. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ചേച്ചി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. യെസ്, അത് നമ്മളെല്ലാം തീരുമാനിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ റിസൾട്ട് ഞങ്ങൾ പറയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ്, അതായത് 24 കണ്ടസ്റ്റൻസിൻ്റെയും പെർഫോമൻസ് കഴിഞ്ഞിട്ട് മാത്രമേ പ്രിലിംസിൽ നിന്നും ആരാണ് അടുത്ത റൗണ്ട്, ദാറ്റ് ഈസ് ക്വാർട്ടേഴ്സിലേക്ക് പോകണമെന്ന് തീരുമാനിക്കപ്പെടുള്ളൂ. ചെറിയ ടെൻഷനായിട്ട് നിങ്ങൾ കുറച്ച് നിൽക്കേണ്ടി, ഇപ്പോഴല്ല, ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിയേണ്ടി വരും. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ആണല്ലോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ പ്രേക്ഷകർക്കെല്ലാം തന്നെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു, അല്ലേ? എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഇതായിരിക്കും ഹൈലൈറ്റ് എപ്പിസോഡ്. യെസ്, എല്ലാം ഹൈലൈറ്റ് ആണ്, എന്നാലും ഇത് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആണ്. പക്ഷേ ഇനി വരാൻ പോണത് ഇതിലും വലുതാണോ എന്ന് അറിയില്ല കേട്ടോ. നമ്മൾ കണ്ടത് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നതാണ്. അതിലും നല്ലതൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞത്, അതുപോലെ ഇതും നല്ലതുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് കമ്മിങ് പുതിയ കണ്ടസ്റ്റൻസിൻ്റെതും നല്ലതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും കാത്തിരിക്കുക, നമ്മുടെ മത്സരം തീർന്നിട്ടില്ല. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ Baking Queen gift sponsored by Lulu Hypermarket, Dr. Lakshmi Nair's Ornaments courtesy, Jewel Hut, GH Road, Statue, Trivandrum, and Abharanam by Anuradha Nair, East Fort, Trivandrum.